പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവമായ കർത്താവ് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ആത്മിക പോരാട്ടം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം തുടർച്ചയായി സംസാരിച്ചു വരുന്നത്. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് ആത്മിക പോരാട്ടത്തിൽ നമ്മുടെ ശത്രു ആരാണ്, നമ്മുടെ യഥാർത്ഥ എതിരാളി ആരാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചത് ജഡരക്തങ്ങളല്ല നമ്മുടെ എതിരാളികൾ, മനുഷ്യരല്ല ആത്മിക പോരാട്ടത്തിൽ നമുക്കെതിരായി നിൽക്കുന്നത്. ആ വിഷയം സംസാരിച്ചു. ആ വീഡിയോ കാണാത്തവരെല്ലാം ആ വീഡിയോ കാണണം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം അതിന്റെ 10-11 വാക്യങ്ങൾ വീണ്ടും വായിക്കുന്നു. ആത്മിക പോരാട്ടത്തിലെ നമ്മുടെ യഥാർത്ഥ ശത്രു ആരാണ്, അവന്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം എഴുതി അവസാനിപ്പിക്കാൻ തുടങ്ങുമ്പോൾ 6-ാം അധ്യായത്തിൽ അതിപ്രധാനമായ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്: ആത്മിക പോരാട്ടം. ദൈവമക്കളുടെ ആത്മിക ജീവിതത്തിനെതിരെ നിൽക്കുന്ന സാത്താന്യ പോരാട്ടത്തെക്കുറിച്ചാണ് അവിടെ വ്യക്തമാക്കുന്നത്. ഈ പോരാട്ടത്തിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ട ദൈവത്തിന്റെ ജനം പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിപ്പാൻ ആവശ്യപ്പെടുകയാണ്. ആരാണ് നമ്മുടെ എതിരാളി എന്ന ചോദ്യത്തിന് പൗലോസ് പറയുന്നു, പിശാചാണ് നമ്മുടെ ശത്രു. നമുക്കറിയാം, ദൈവത്തിന്റെ ദൂതനായിരുന്നവൻ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ആഗ്രഹിച്ച്, ദൈവത്തോട് സമനാകാൻ ആഗ്രഹിച്ച്, ദൈവത്താൽ വെട്ടിയിടപ്പെട്ട് സാക്ഷാനായി മാറിയവനാണ് പിശാച് എന്ന് പറയുന്നത്. യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ ആഗ്രഹം, ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. സാത്താന്റെ ആഗ്രഹങ്ങളാണ്. അവൻ ഹൃദയത്തിൽ ചിന്തിക്കാൻ ദൈവത്തോട് സമനാകാൻ. എന്ത് സംഭവിച്ചു? ദൈവം അവനെ വെട്ടി ഇടുവാനിടയായി. സാത്താനോടൊപ്പം ഒരു വലിയ കൂട്ടം ദൂതന്മാർ ദൈവത്തോട് മത്സരിച്ച് ദൈവത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി വീണുപോയ ദൂതന്മാരായി സാത്താനോടൊപ്പം അവർ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയുണ്ടായി. അന്ന് മുതൽ സാത്താനും അവന്റെ അനുയായികളും ദൈവജനത്തോട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ജനത്തെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു, അവരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അവരോട് പോരാടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വചനം വിളിച്ചു പറയുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ട് പറയാം: എത്ര ശക്തമായി പിശാച് പോരാടിയാലും, എത്ര ശക്തമായി ദുഷ്ടനായിരിക്കുന്നവൻ വെല്ലുവിളിച്ചാലും, ദൈവത്തിന്റെ അത്യന്ത ശക്തിയാൽ നിറയപ്പെട്ട നമുക്ക് സാത്താന്റെ മേൽ ജയം നേടുവാൻ കഴിയും. അതുകൊണ്ടാണ് ദൈവം നമ്മളോട് പറഞ്ഞത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ അമിത ബലത്താൽ ഇന്ന് നാം നിറയുകയാണെങ്കിൽ ഈ പൈശാചിക മേഖലകളെ ജയിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരും. ഈ സാത്താന്യ വ്യൂഹത്തെക്കുറിച്ച് പൗലോസ് വെളിപ്പെടുത്തുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്: പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. ഈ പിശാചിന് ജനത്തെ വീഴ്ത്തുവാൻ, നമ്മളെ പരീക്ഷിക്കുവാൻ, എതിർക്കുവാൻ അനേക തന്ത്രങ്ങളുണ്ടെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പിശാച് തന്ത്രപരമായിട്ടാണ് അവന്റെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്. അവൻ തകർക്കുവാൻ ശ്രമിക്കുന്നത്. അവൻ വളരെ തന്ത്രപരമായി പ്രവർത്തിക്കുന്നവനാണ്. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, അവന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയണം. പിശാചിന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയണം. ഇന്ന് നാം ഇവിടെ സംസാരിക്കാൻ പോകുന്നത് പിശാചിന്റെ ചില തന്ത്രങ്ങളെ കുറിച്ചാണ്. എങ്ങനെ ആ തന്ത്രങ്ങളെ നാം തകർക്കും എന്നതിനെക്കുറിച്ചാണ് നാം സംസാരിക്കാൻ പോകുന്നത്. പിശാച് എക്കാലവും ഏറ്റവും ആദ്യം പ്രയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തന്ത്രമാണ് ഫോഷ്ക് പറയുക എന്നുള്ളത്, കള്ളം പറയുക എന്നുള്ളത്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 44-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു.
അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതും ഇല്ല. അവൻ ഫോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നെടുത്ത് പറയുന്നു. അവൻ ഫോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. പിശാച് ഫോഷ്ക് പറയുന്നവനാണ്. ഫോഷ്ക് പറയുന്നുവെന്ന് മാത്രമല്ല, അവൻ ഫോഷ്കിന്റെ പിതാവാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏദൻ തോട്ടത്തിൽ ഹൗവയെ പരീക്ഷിക്കുവാൻ വന്ന പിശാച് അവളോട് ആദ്യം പറയുന്ന പദം ഇങ്ങനെയാണ്: ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? സംശയം ഉണ്ടാക്കുന്നവനാണ് പിശാച്. ആ സംശയത്തിൽ നിന്ന് നേരെ അവന്റെ അടുത്ത ഒരു വലിയ കള്ളം പറയുകയാണ്. എന്താണ് ആ കള്ളം? ദൈവം നിങ്ങളോട് പറഞ്ഞത് ശരിയല്ല, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. പ്രിയപ്പെട്ടവരെ, എത്ര വിദഗ്ധമായി, എത്ര ശക്തമായി അല്ലെ ദൈവം പറഞ്ഞ സത്യത്തെ കള്ളമാക്കി വ്യാഖ്യാനിച്ചു. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം ഇങ്ങനെയാണ്: ദൈവത്തിന്റെ സത്യങ്ങളെ കള്ളമാക്കി അവൻ മാറ്റും, വ്യാജമാണെന്ന് പറയും. ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച് അവൻ വ്യാജം പറയും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് ദൈവം പറയുമ്പോൾ സാത്താൻ നമ്മുടെ അടുത്ത് വന്ന് പറയും, ഇല്ല, ഒരിക്കലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ, അവന്റെ വാഗ്ദത്തങ്ങളുടെ മുമ്പിൽ നാം സന്തോഷിക്കുമ്പോൾ സാത്താൻ വന്ന് പറയും, ഇല്ല, ഒരിക്കലും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കില്ല. ഇങ്ങനെ ദൈവിക സത്യങ്ങളെ ഭോഷ്കുകളാക്കി അവതരിപ്പിക്കുന്ന പിശാചിന്റെ ഒരു വലിയ തന്ത്രം പണ്ട് മുതൽ അവൻ പയറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് ഈ തിരുവെഴുത്ത് കേൾക്കുന്ന ദൈവവൈദ്യരെ, ഈ തന്ത്രത്തിന് മേൽ എങ്ങനെയാണ് ജയിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ വാക്കുകളിലും ദൈവത്തിന്റെ വചനത്തിലും അടിയുറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടാകുകയും അത് സത്യമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്താൽ, അതിനുവേണ്ടി നിലകൊള്ളുവാൻ ഇടയായി തീർന്നാൽ, പ്രൈസ് ദി ലോർഡ്, ദൈവിക സത്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുവാൻ ഇടയായി തീർന്നാൽ സാത്താൻ നിങ്ങളുടെ മുമ്പിൽ പരാജയപ്പെടും. നാം തുടർന്ന് സർവായുധ വർഗത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് സർവായുധ വർഗങ്ങൾ ശത്രുവിന്റെ ഈ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. സർവായുധ വർഗത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സത്യത്തിന്റെ ബെൽറ്റ് കെട്ടുക എന്നുള്ളത്. പിശാച് ഫോഷ്ക് പറയുമ്പോൾ നമുക്ക് സത്യം പറയുവാനുണ്ട്, നമുക്ക് സത്യം പറയാനുണ്ട്. നാം സത്യം പറയണം. സത്യം പറയുമ്പോൾ ഫോഷ്ക് തകരുക. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. അവൻ ഫോഷ്ക് പറയുമ്പോൾ തിരിച്ചതേപോലെ ഫോഷ്ക് പറയുന്നവൻ അല്ലെ വിജയിക്കുകയല്ല, സാത്താന്റെ മുമ്പിൽ പരാജയപ്പെടുക. എന്നാൽ പിശാച ദൈവിക സത്യങ്ങളെക്കുറിച്ച് എത്ര ഭോഷ്ക് പറഞ്ഞാലും ആത്മികൻ വിളിച്ചു പറയണം, എന്റെ ദൈവം ഭോഷ്ക് പറയുന്നവനല്ല, അവൻ സത്യവാനാണ്. അവിടുന്ന് എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഗ്രഹിക്കും. നീ എത്ര ഭോഷ്ക് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കുകയില്ല. ദൈവത്തിന്റെ വാക്കുകൾ സത്യമാണ്. യേശു കർത്താവ് പറഞ്ഞു, എന്റെ വാക്കുകളെല്ലാം ഊവ് ഊവ് എന്ന് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സാത്താന്റെ ആ പദ്ധതികൾ നിങ്ങളുടെ അടുത്ത് അവൻ കൊണ്ടുവരുമ്പോൾ അവന്റെ ഭോഷ്കിന്റെ മണ്ഡലത്തെ ദൈവിക സത്യം കൊണ്ട് തകർക്കുവാൻ നിങ്ങൾക്കിടയാകണം. അവന്റെ ഭോഷ്ക് നിങ്ങളുടെ അടുത്ത് അല്ലെ അവൻ ഉപയോഗിക്കുമ്പോൾ ദൈവിക സത്യത്തിന് വേണ്ടി നിലനിന്ന് ദൈവിക വാഗ്ദത്തങ്ങളും ദൈവിക വചനങ്ങളിലെയും സത്യത്തെ, ഉറപ്പിനെ അടിയുറച്ചു വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അവന്റെ ഭോഷ്ക് അവിടെ പൊളിയുവാനിടയായി തീരും. പിശാച് കള്ളം പറയുന്നവനാണ്. രണ്ടാമത്തെ ശത്രുവായ പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത് അപവാദം പറയുന്നവനാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിക്കളഞ്ഞുവല്ലോ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അവിടെ ഇങ്ങനെയാ പറയുന്നത്, നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദി. പിശാച് എല്ലാ കാലത്തും അപവാദം പറയുന്നവനാണ്. ദൈവസന്നിധിയിൽ നിന്നെക്കുറിച്ച് കുറ്റം പറയുന്നവനാണ്, അപവാദം പറയുന്നവനാണ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെക്കുറിച്ച് ദൈവസന്നിധിയിൽ അവൻ പറയുന്ന കുറ്റം എന്തായിരിക്കും? നമുക്കറിയാം. ഇയ്യോബിനെ കുറിച്ച് ദൈവസന്നിധിയിൽ ചെന്ന് കുറ്റം പറഞ്ഞ കുറ്റം ഇങ്ങനെയാണ്: ദൈവമേ, വെറുതെയാണോ ഇയ്യോബ് നീതിമാനായിരിക്കുന്നത്, ഭക്തനായിരിക്കുന്നത്? നീ അവന് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. ആ സംരക്ഷണത്തിന്റെ മറവിലാണ്, അല്ലെങ്കിൽ അതിന്റെ തണലിലാണ് ഇയ്യോബ് ഭക്തനായിരിക്കുന്നത്. നീ ആ സംരക്ഷണത്തിന്റെ ഭിത്തി ഒന്ന് പൊളിച്ചാൽ അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും. കണ്ടോ, ഇയ്യോബ് മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യം, ഇയ്യോബ് ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യം സാത്താൻ പറയുക. ഇയ്യോബിനെ കുറിച്ച് നല്ലവണ്ണം അറിയാവുന്ന ദൈവം സാത്താൻ പറഞ്ഞത് അംഗീകരിച്ചു. ശരി, നിനക്ക് അവനെ പരീക്ഷിക്കാം, പക്ഷേ അവന്റെ പ്രാണനെ മാത്രം തുടരുത്. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവം പറഞ്ഞിട്ട് സാത്താൻ ഇയ്യോബിനെ പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷയുടെ അവസാനം നിങ്ങൾക്കറിയാം, സാത്താൻ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വന്നു. ഇന്ന് വചനം പറയുന്ന ദൈവമക്കളെ, 2 ദൂത് ഞാൻ പറയാം. ഒന്നാമത്തെ ദൂത്, സാത്താന് നിങ്ങളെ പരീക്ഷിക്കണമെങ്കിൽ, സാത്താന് നിങ്ങളെ എന്തെങ്കിലും ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുത്തണമെങ്കിൽ അതിന് ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ദൈവം അനുവദിക്കാതെ അവൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല.
ദൈവം അനുവദിക്കാതെ സാത്താന് നമ്മുടെ അതിരിനകത്ത് പ്രവേശിക്കുവാൻ കഴിയില്ല എന്ന വലിയൊരു യാഥാർത്ഥ്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. സാത്താൻ അപവാദങ്ങൾ പറഞ്ഞേക്കാം, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞേക്കാം. പ്രൈസ് ദി ലോർഡ്. മഹാപുരോഹിതനായ യോശുവയെക്കുറിച്ച് വായിക്കുന്നു, അവന്റെ വസ്ത്രത്തിൽ അല്പം ചെളി പുരണ്ടിരിക്കുന്നത് കണ്ട് സാത്താൻ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, സാത്താൻ അപവാദം പറയുന്നവനാണ്, കുറ്റം പറയുന്നവനാണ്. അതിനോടുള്ള നമ്മുടെ പ്രതിരോധം എന്താണ്? സാത്താന്റെ മുമ്പിൽ, പിശാചിന്റെ അപവാദങ്ങൾക്ക് മുമ്പിൽ നാം നമ്മുടെ ജീവിതത്തിലെ സത്യസന്ധതയും വിശ്വസ്തതയും വിശുദ്ധിയും തെളിയിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊക്കെ പാപങ്ങളും പരാജയങ്ങളൊക്കെ വരും. അത് വെച്ചിട്ട് പിശാച് ദൈവസന്നിധിയിൽ നമുക്കെതിരെ കുറ്റം ചുമത്തുവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ നന്മയെ തടയുവാൻ സാധ്യതയുണ്ട്. ദൈവസന്നിധിയിൽ ചെന്ന് പറയും, ഇവൻ ഇന്ന തെറ്റ് ചെയ്തതുകൊണ്ട്, ഇവൾ ഇന്ന തെറ്റ് ചെയ്തതുകൊണ്ട് അവളെ അനുഗ്രഹിക്കാൻ പാടില്ല. നീ നീതിമാനായ ദൈവമല്ലേ, അങ്ങനെയെങ്കിൽ ഇന്ന പാപം ഇവൾ ചെയ്തിട്ടുണ്ട്, ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ തെറ്റ് ചെയ്ത ഒരാളെ അങ്ങ് എങ്ങനെ അനുഗ്രഹിക്കും, എങ്ങനെ മറുപടി കൊടുക്കും? സാത്താൻ ഇങ്ങനെ ദൈവസന്നിധിയിൽ പറയാനുള്ള സാധ്യതയാണ് വേദപുസ്തകം വിളിച്ചു പറയുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതിന് നമ്മുടെ മുമ്പിലുള്ള പ്രതിരോധം എന്താണ്? നമ്മൾ എന്താണ് അതിന് ചെയ്യേണ്ടത്? ഒറ്റക്കാര്യം ഞാൻ പറയാം. ജീവിതത്തിൽ ദൈവസന്നിധിയിൽ താഴ്മയോടെ നിന്ന് ജീവിതത്തിൽ വരുന്ന പരാജയങ്ങളും പാപങ്ങളും കുറവുകളല്ല അതാത് സമയങ്ങളിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന പരാജയം വന്നുപോയി, ഇന്ന കുറവ് വന്നുപോയി, ഇന്ന ബലഹീനത വന്നുപോയി എന്ന് തുറന്ന് സമ്മതിച്ച് ദൈവസന്നിധിയിൽ ശുദ്ധീകരിക്കപ്പെട്ടാൽ, യേശു കർത്താവിന്റെ വിലയേറിയ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ച് നാം ശുദ്ധീകരിക്കപ്പെട്ടാൽ സാത്താന് പിന്നെ നമ്മുടെ മേൽ അവകാശവാദം ഉന്നയിക്കാൻ കഴിയാതെ വരും. അവന്റെ അപവാദങ്ങൾക്ക് മുനയൊടിയുവാനിടയായി തീരും. വചനം കേൾക്കുന്ന ദൈവവൈദ്യരെ, അതുകൊണ്ട് സാത്താൻ അപവാദം പറയുന്നവനാണ്, കുറ്റം പറയുന്നവനാണ്, നീ ചെയ്തതും ചെയ്യാത്തതും ഒക്കെ പറഞ്ഞു എന്ന് വരുത്തുന്നവനാണ്. പക്ഷേ അവന്റെ കുറ്റങ്ങളും അപവാദങ്ങളും ഒക്കെ അവൻ പറയുമ്പോൾ ഒരു കാര്യം ദൈവവേദന ഓർത്തിരിക്കണം, നിന്നെ നന്നായി അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ സ്വർഗസ്ഥ പിതാവ്. നമ്മുടെ അവസ്ഥ അറിയാവുന്ന ദൈവം, നമ്മുടെ സാഹചര്യം അറിയാവുന്ന ദൈവം. എപ്പോഴും ദൈവം ഇങ്ങനെ സാത്താന്റെ അപേക്ഷകൾക്ക് മറുപടി കൊടുക്കില്ല. അതായത് ഇയ്യോബിനെ പരീക്ഷിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ അപേക്ഷ ചോദിച്ചപ്പോൾ ദൈവം ഇയ്യോബിനെ വിട്ടുകൊടുത്തു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് ഉറപ്പുണ്ടായിരുന്നു ഇയ്യോബിനെ എത്ര പരീക്ഷിച്ചാലും ദൈവത്തെ തള്ളിപ്പറയുകയില്ല എന്ന് ദൈവത്തിന് ഉറപ്പുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ എല്ലാവരുടെയും വിശ്വാസം അങ്ങനെയല്ല, എല്ലാവരുടെയും ആത്മീയ നിലവാരം അങ്ങനെയല്ല. എന്നാൽ പിശാച് എപ്പോഴും നമ്മളെ തകർക്കുവാൻ, നമ്മളെ പാറ്റുവാൻ, നമ്മളെക്കുറിച്ച് അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പത്രോസിന്റെ കാര്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. പത്രോസിനെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് ദൈവസന്നിധിയിൽ അനുവാദം ചോദിച്ചു. പക്ഷേ കർത്താവ് പറയുകയാണ്, ഞാൻ അതിന് വിട്ടുകൊടുത്തില്ല. കാരണം നിന്റെ വിശ്വാസം പോയി പോകുമെന്നറിഞ്ഞ് ഞാൻ അതിന് സമ്മതിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മുടെ വിശ്വാസം അറിയാം, ദൈവത്തിന് നമ്മുടെ ആത്മീയ നിലവാരം അറിയാം, ദൈവത്തിന് നമ്മുടെ സാഹചര്യങ്ങൾ അറിയാം. അങ്ങനെ സാത്താന്റെ കയ്യിൽ വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, സാത്താൻ എപ്പോഴും അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ കാര്യങ്ങളും അതും ദൈവസന്നിധിയിൽ നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി അവൻ ഉന്നയിക്കുമെന്ന ബോധ്യമുള്ള ദൈവവൈതൽ ജീവിതത്തിൽ വരുന്ന ഏത് ചെറിയ കാര്യമാകട്ടെ, വലിയ തെറ്റുകളാകട്ടെ, ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അതിന് അവൻ ഒരു വിടുതലും ശുദ്ധീകരണവും പ്രാപിക്കണം. കാരണം ദൈവം നീതിമാനാകയാൽ ദൈവത്തിന് അനീതിയോടെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. തെറ്റ് ചെയ്തു, സാരമില്ല, എന്നാലും അനുഗ്രഹിച്ചേക്കാം, അവന്റെ ജീവിതത്തിൽ കുറവുണ്ട്, എന്നാലും വിടുവിച്ചേക്കാം എന്ന് ദൈവം തീരുമാനിക്കില്ല. കാരണം ദൈവം നീതിമാനാണ്. സാത്താൻ ആ കാര്യത്തിൽ അവകാശവാദം ഉന്നയിച്ചാൽ ദൈവം ആ കാര്യത്തിൽ നീതിയുടെ പക്ഷത്ത് നിൽക്കുമെന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വളരെ മുന്നറിയിപ്പ് നൽകുന്നത്. നിങ്ങൾക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ നിങ്ങളോട് ക്ഷമിക്കാൻ തക്കവണ്ണം നീതിമാനും വിശ്വസ്തനുമായ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് പിശാച് നമുക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ മുനയൊടിയണമെങ്കിൽ നാം ദൈവമുമ്പാകെ ശുദ്ധീകരിക്കപ്പെടണം, ഏൽപ്പിച്ചു കൊടുക്കണം, നമ്മളെ തന്നെ കഴുകലിന് വിധേയപ്പെടുത്തി താഴ്മയോടെ നടന്നാൽ പിശാചിന്റെ അവകാശവാദങ്ങൾ അവസാനിക്കുവാനിടയായി തീരും. പിശാച് അപവാദം പറയുന്നവനാണ്, കുറ്റം പറയുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്, സാത്താന്യ തന്ത്രം എന്ന് പറയുന്നത് സംശയമുണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്ക് സംശയമുണ്ടാക്കുക. സ്തോത്രം. ഹൗവയുടെ അടുത്ത് വന്ന് ആദ്യം ചോദിച്ച ചോദ്യം ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്നാണ്. ഒരു സംശയമുണ്ടാക്കുകയാണ്. സ്തോത്രം. സംശയമുണ്ടായാൽ എന്താണ് കുഴപ്പം? ചിന്താക്കുഴപ്പമുണ്ടാകും. സംശയമുണ്ടായാൽ സ്തോത്രം നമ്മൾ അസ്ഥിരരായി മാറും. സംശയം വന്നാൽ നമ്മുടെ സ്ഥിരത നഷ്ടപ്പെടും. അത് ക്രമേണ അവിശ്വാസത്തിലേക്ക് നയിക്കും. അങ്ങനെ കുലുങ്ങി നിൽക്കുന്ന ആ സമയത്ത് നമ്മളെ വീഴ്ത്തുവാൻ പിശാചിന് വളരെ എളുപ്പമാണ്. ഇന്ന് വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദുഷ്ടനായ പിശാചിന്റെ സംശയ വാക്കുകൾ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ അവൻ സംശയിപ്പിക്കും. ദൈവത്തിന്റെ നിങ്ങളോടുള്ള ആലോചനകൾക്ക് അവൻ
സംശയം ഉണ്ടാക്കും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൈവം സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നിനക്ക് തോന്നിയതായിരിക്കും, അല്ലെ? ഇങ്ങനെ സാത്താൻ സംശയത്തിന്റെ വാക്കുകൾ കൊണ്ടുവരുമ്പോൾ ഒരു ദൈവ പൈതലിന് ഉറപ്പുണ്ടായിരിക്കണം. എങ്ങനെയാ ഉറപ്പുണ്ടാകുന്നത്? ദൈവം പറഞ്ഞത് കൃത്യമായി കേൾക്കണം. തിരുവെഴുത്ത് പറയുന്നത് അവന്റെ വാക്കുകൾ കൃത്യമായി കേട്ടാൽ, അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കുലുങ്ങത്തില്ല. അവർക്ക് ഉറപ്പുണ്ട്, ദൈവം ഞങ്ങളോട് കൃത്യമായി പറഞ്ഞതാ, എനിക്ക് ഉറപ്പുണ്ട് ദൈവം എന്നോട് സംസാരിച്ചതാ. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവശബ്ദത്തോടും ദൈവവചനത്തോടുമുള്ള ബന്ധത്തിൽ നാം വളരെ കൃത്യമായി കാര്യങ്ങൾ കേൾക്കണം. കൃത്യമായി അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അതിനെതിരെ ആരെന്തു പറഞ്ഞാലും സംശയമുണ്ടാകാൻ പാടില്ല. ഈ ദുരുപദേശമൊക്കെ വല്ലാതെ ആളുകളെ സ്വാധീനിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? പ്രാപിച്ചിരിക്കുന്ന വിശ്വാസം, അറിഞ്ഞിരിക്കുന്ന വിശ്വാസത്തിൽ ആളുകൾക്ക് ഉറപ്പില്ല. തങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്, എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് തങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന കാര്യത്തിൽ ഉറപ്പില്ലാതെ വരുമ്പോഴാണ് സംശയങ്ങൾ കൊണ്ടുവരുമ്പോൾ ആളുകൾ കുലുങ്ങിപ്പോകാനിടയാകും. ആ കുലുങ്ങിപ്പോകുന്നവരെ വീഴ്ത്താൻ എളുപ്പമാണ്. പിശാച് സംശയം ജനിപ്പിക്കുന്നവനാണ്. ദൈവത്തെക്കുറിച്ച് സംശയം ജനിപ്പിക്കും, ദൈവിക വാഗ്ദത്തങ്ങളെക്കുറിച്ച് സംശയം ജനിപ്പിക്കും, ദൈവ വചനത്തെക്കുറിച്ച് സംശയം ജനിപ്പിക്കും. എന്നാൽ സംശയം ജനിപ്പിക്കുന്ന ആ ഒരു വലിയ പരീക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലും ദൈവവചനത്തിലും ഉറപ്പുള്ളവരായി കൃത്യമായി ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ആത്മീക അനുഭവമുള്ളവർക്ക് പിശാചിന്റെ ഈ പദ്ധതികളെ ജയിക്കുവാൻ എളുപ്പമായിരിക്കും എന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. സംശയിച്ചാൽ എന്താ കുഴപ്പം? സ്തോത്രം. യാക്കോബ് പറയുകയാണ്, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: സംശയിക്കുന്നവൻ ദൈവസന്നിധിയിൽ നിന്നൊന്നും പ്രാപിക്കില്ല. ഇങ്ങനെയാ വായിക്കുന്നത്: എന്നാൽ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ശ്രദ്ധിച്ചോ? പിശാചി സംശയം കൊണ്ടിടുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവത്തെ സംശയിപ്പിക്കുന്നത്, അവന്റെ വാഗ്ദത്തങ്ങളെ സംശയിപ്പിക്കുന്നത്, അവിടുത്തെ വചനത്തെ സംശയിപ്പിക്കുന്നത്. അതിന് പിന്നിൽ പിശാചിന് ഉദ്ദേശമുണ്ട്. സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ പറ്റുകയില്ല. സംശയിക്കുന്ന ആർക്കും ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാൻ പറ്റില്ല. പിശാചിന്റെ ആഗ്രഹം അതാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ പാടില്ല. പിശാചിന്റെ ആഗ്രഹമാണ് നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകാൻ പാടില്ല. ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പാടില്ല. നീ ഒരു സംശയാലുവായി, ദൈവത്തെ സംശയിക്കുന്നവനായി, വചനത്തെ സംശയിക്കുന്നവനായി, അല്ലെ, ദൈവകൃപയെ സംശയിക്കുന്നവനായി തീരണമെന്ന് പിശാച് ആഗ്രഹിക്കുക. ഇന്ന് പകൽ ആ സംശയത്തിന്റെ മുനയൊടിക്കുവാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കണം. വാഗ്ദത്തങ്ങൾ പൂർണ്ണമായി ഏറ്റെടുക്കണം. വിശ്വാസത്തിൽ ഉറയ്ക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഒരു പദ്ധതിയാണ് വെളിച്ചദൂതന്റെ വേഷം ധരിക്കുക എന്നുള്ളത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇങ്ങനെയുള്ള അപ്പോസ്തലന്മാർ കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അതാശ്ചര്യവുമല്ല, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, അവിടെ പൗലോസ് വളരെ വ്യക്തമായ ഒരു കാര്യം പറയുകയാണ്: സാത്താൻ വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് അവിടെ വളരെ വ്യക്തമായ ഒരു കാര്യം പറയുകയാണ്: സാത്താൻ വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവത്തിന്റെ അപ്പോസ്തലന്മാരുടെ സ്ഥാനത്ത്, ദൈവമാക്കി വച്ചിരിക്കുന്ന കർത്താദാസന്മാരുടെ സ്ഥാനത്ത് കപടവേലക്കാരായി, കള്ള അപ്പോസ്തലന്മാരായി ചിലർ വരികയാണ്. അവർ വരുന്നതിന് കാരണം അവരുടെ പിന്നിൽ നിൽക്കുന്നത് സാത്താനാണ്. നിങ്ങൾക്കറിയാം, സ്തോത്രം, നമുക്കെല്ലാവർക്കും അറിയാം, ദൈവത്തിന്റെ സഭയെ തകർക്കുവാൻ, ദൈവജനത്തെ തകർത്ത് കളയുവാൻ സാത്താൻ അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഞാൻ എൻ്റെ സഭ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്നരുളി ചെയ്ത കർത്താവ് ഈ സഭയെ പണിതുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇന്നും ഈ സഭ നിലനിൽക്കുന്നു. പക്ഷേ സാത്താൻ ആദ്യം ഉപയോഗിച്ചിരുന്ന ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് പീഡനങ്ങളായിരുന്നു. മനുഷ്യനെ സ്വാധീനിച്ച്, വ്യക്തികളെ സ്വാധീനിച്ച് ദൈവസഭയെ മുടിക്കുവാൻ ശ്രമിച്ചു. അന്നത്തെ രാജാക്കന്മാർ, മനുഷ്യർ, അല്ലെ, നേതാക്കന്മാർ, അവരെ എല്ലാവരെയും ഈ ദൈവസഭയെ നശിപ്പിക്കുവാനായിട്ട് അവൻ ഉപയോഗിച്ചു. എന്നാൽ സാത്താൻ ഒരു കാര്യം മനസ്സിലായി: പീഡനം കൊണ്ടും കഷ്ടം കൊണ്ടും ഒന്നും സഭ തകരുന്നില്ല, അത് പിന്നെയും വളരുകയാണ്. നമ്മൾ വായിച്ചാൽ പീഡനത്തിന്റെയും കഷ്ടത്തിന്റെയും സമയത്താണ് ദൈവസഭ ഏറ്റവും കൂടുതൽ വളരുവാനിടയായത്. സാത്താന് മനസ്സിലായി, ഇനി പുറത്തുനിന്നുള്ള ആക്രമണം കൊണ്ട് ദൈവസഭയെ തകർക്കാൻ പറ്റില്ല, ദൈവജനത്തെ ഒതുക്കാൻ പറ്റുകയില്ല, പകരം ഇതിനകത്ത് നുഴഞ്ഞു കയറുക. അങ്ങനെ സാത്താൻ ദൈവസഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി ദുരുപദേശവുമായി, ഭൂതങ്ങളുടെ ഉപദേശമെന്നാണ് അതിനെ തിമത്തിയോസിന്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്: എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. കണ്ടോ, പിശാചിന്റെ വലിയൊരു പദ്ധതിയാണ് ഭൂതങ്ങളുടെ ഉപദേശം. അതായത് വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്ന സാത്താൻ തന്റെ അനുയായികളെ
കപട വേലക്കാരെ, കള്ളയപ്പോസ്തലന്മാരെ, അല്ലെങ്കിൽ ദൈവദാസന്മാരുടെ വേഷം ധരിച്ചവരെ ഉള്ളിൽ സുവിശേഷത്തിൽ പറയുന്നത് പോലെ, കർത്താവ് പറഞ്ഞതുപോലെ കടിച്ചു കീറുന്ന ചെന്നായിയാണ്, പക്ഷേ കുഞ്ഞാടിനെ പോലെ ഇരിക്കുകയാണ്. അവരെല്ലാവരും നോക്കുമ്പോൾ എല്ലാവരും ദൈവത്തിന്റെ ദാസന്മാരായി തോന്നുകയാണ്. പക്ഷേ അവർ പറയുന്ന ഉപദേശം പിശാചിന്റെ ഉപദേശമാണ്, സാത്താന്റെ ഉപദേശമാണ്, പിശാചിന്റെ ഉപദേശമാണ്. ആ ഉപദേശം വന്നിട്ട് നാം ഇങ്ങനെയാണ് വായിച്ചത്: ആ ഉപദേശങ്ങളെ ആശ്രയിച്ച് ഭോഷ്ക് പറയുന്ന അവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും. പ്രൈസ് ദി ലോർഡ്. സാത്താൻ വളരെ വിജയകരമായി പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ആയുധമാണ് ഈ ഒരു കാര്യം. വെളിച്ചദൂതന്റെ വേഷം ധരിക്കുക, തന്റെ അനുയായികളെ ദൈവദാസന്മാരുടെ വേഷത്തിൽ ഇതിനകത്ത് കയറ്റുക, അവരിലൂടെ തന്റെ ദുരുപദേശത്തിന്റെ ആ വലിയ വിത്ത് കലക്കുക. സ്തോത്രം. പിശാചിന്റെ ഈ പദ്ധതിയുടെ ഒരു വലിയ രഹസ്യം ഞാൻ പറയാം. ദൈവജനം എല്ലാ കാലത്തും അവരുടെ വിശ്വാസത്തിന് ആധാരമായി ആശ്രയിക്കുന്ന ദൈവവചനത്തെയാണ്. സാത്താൻ അത് നല്ലപോലെ അറിയാം. സാത്താന്റെ വചനമായിട്ട് അവൻ പറഞ്ഞാൽ ഒറ്റ വിശ്വാസികളും ഒറ്റ ജനവും അത് അംഗീകരിക്കില്ല. അവരെപ്പോഴും ദൈവവചനത്തെ ആശ്രയിക്കും. നമുക്ക് അടിസ്ഥാനം ദൈവത്തിന്റെ സത്യ വചനമാണ്. അപ്പോൾ സാത്താൻ ചിന്തിച്ച ഏറ്റവും വലിയൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ വചനത്തിനകത്ത് കൂട്ടിച്ചേർക്കുക, വചനത്തിനകത്ത് ഉപദേശ വ്യത്യാസം ഉണ്ടാക്കുക, വചനത്തിനകത്ത് മായം കലർത്തുക. അപ്പോ ഈ വചനത്തിനകത്ത് മായം കലർത്തിയിട്ട് ഇങ്ങനെയാണ് വചനമെന്ന് പറഞ്ഞ് ഇതിനകത്തൂടെ ദുരുപദേശം കയറ്റുക. നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ദുരുപദേശങ്ങൾ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവന്റെ അപ്പോസ്തലന്മാർ ആടുകളുടെ വേഷം ധരിച്ച ചെന്നായ്ക്കൾ പൗലോസ് പറഞ്ഞു, ഞാൻ പോയതിനു ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. അവർ പറയുന്ന ഉപദേശം ഭൂതങ്ങളുടെ ഉപദേശമാണ്. എന്താ ഉപദേശത്തിന്റെ പ്രത്യേകത? വിശുദ്ധിയെക്കുറിച്ച് പറയില്ല, നിത്യതയെക്കുറിച്ച് പറയുന്നില്ല. ഈ ലോകത്തിലെ ജീവിതം, ഇവിടുത്തെ സുഖങ്ങൾ, ഇവിടുത്തെ സൗകര്യങ്ങൾ, ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ക്രൂശിനെ കുറിച്ച് മിണ്ടാൻ അവർക്ക് പറ്റുന്നില്ല. യേശുക്രിസ്തുവിലേക്ക് ആളുകളെ നടത്തുന്നില്ല. നിത്യതയുടെ ദർശനത്തിലേക്ക് ആളുകളെ നടത്തുന്നില്ല. ഈ ലോകം, ഇവിടുത്തെ സുഖങ്ങൾ, ഇവിടുത്തെ സൗകര്യങ്ങൾ, ഇവിടെ എങ്ങനെയും ജീവിക്കുക, ഇവിടെ എങ്ങനെയും മുന്നോട്ട് പോവുക എന്ന നിലയിൽ ഉപദേശങ്ങൾ ഈ ഭൂമിയെ സംബന്ധിച്ച്, ഈ ഭൗതിക മണ്ഡലത്തെ കുറിച്ച് മാത്രമായി പ്രസംഗിക്കപ്പെടുമ്പോൾ ദൈവജനം അറിയണം, ഇതിന്റെ പിന്നിൽ വേഷം മാറിയ പിശാചാണ്. അതുകൊണ്ട് ഈ തിരുവെഴുത്ത് കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് ഞാൻ ശക്തമായി ആത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാണ്. സ്തോത്രം. കേൾക്കുന്ന എല്ലാ പ്രസംഗത്തിനും ആമേൻ പറയേണ്ട കാര്യമില്ല. കേൾക്കുന്ന എല്ലാ പ്രസംഗങ്ങൾക്കും സ്തോത്രം പറയേണ്ട കാര്യമില്ല. പ്രസംഗിക്കുന്നതും വരുന്ന ദൂതുമൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ദൈവത്തോട് നിങ്ങളെ അടുപ്പിക്കുന്നതാണോ? നിത്യതയുമായി നിങ്ങളെ ബന്ധിപ്പിക്കുന്നതാണോ? ആത്മീകമായി നിങ്ങളെ നിലനിർത്തുന്നതാണോ? അവിടുത്തെ വചനത്തോട് നിങ്ങളെ അടുപ്പിക്കുന്നതാണോ എന്ന് ഒന്ന് ശോധന ചെയ്യണം കേട്ടോ. അങ്ങനെ ശോധന ചെയ്ത് ഉറപ്പാക്കണം. പിശാചി കാലത്ത് അനേകരെ തെറ്റിച്ചിരിക്കുക. നമ്മുടെ വായിച്ചത് അവരുടെ കപടത്താൽ അനേകർ വിശ്വാസം ത്യജിക്കുവാനിടയായിത്തീരും. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ അന്ത്യകാലമാണ്. അനേക ഉപദേശങ്ങൾ വരിക. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്നവരെ, അവന്റെ മനുഷ്യത്വത്തെ ചോദ്യം ചെയ്യുന്നവരെ, അവിടുത്തെ ക്രൂശ് മരണത്തെ അംഗീകരിക്കാത്തവരെ, അങ്ങനെ നിരവധി ഉപദേശങ്ങൾ എല്ലാവരും ദൈവദാസന്മാരുടെ വേഷത്തില. ഒന്ന് തിരിച്ചറിയണമേ, വെളിച്ചദൂതന്റെ വേഷം ധരിച്ച് സാത്താൻ തന്റെ അനുയായികളെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ പൗലോസ് വിളിച്ചു പറഞ്ഞതുപോലെ, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല, സത്യസന്ധമായി വചനം പ്രസംഗിക്കുന്ന, നിത്യതയ്ക്ക് വേണ്ടി ആളുകളെ ഒരുക്കുന്ന ആത്മദർശനമുള്ളവരുടെ വചനങ്ങൾ കേൾക്കണം. നിത്യതയ്ക്ക് വേണ്ടി ഞാനും നിങ്ങൾ ഒരുങ്ങുവാനിടയായിത്തീരണം. പിശാചിന്റെ ഭോഷ്ക് വിശ്വസിക്കരുത്, അത് ശോധന ചെയ്യണം, മനസ്സിലാക്കണം. അതിനുമേൽ നിങ്ങൾ ആത്മാവിൽ ജയമെടുക്കുവാനിടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് പിശാചിന്റെ മറ്റൊരു തന്ത്രമാണ്. വിശ്വാസികൾക്കെതിരെ ഏറ്റവും അധികം ശക്തമായി അവനുണ്ടാക്കുന്ന ഒരു തന്ത്രമാണ്. ഈ തന്ത്രം അനേകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും നിരാശയിലേക്കും ദൈവികമായ ദൈവത്തോടുള്ള വിശ്വാസത്തിനും ഭക്തിക്കുമൊക്കെ പല ആളുകൾക്കും ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തന്ത്രമാണ്. അത് ദൈവമക്കളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുക, അവരുടെ ഏതാവശ്യങ്ങൾക്കായി മുന്നോട്ട് പോയാലും ചില തടസ്സങ്ങൾ കൊണ്ടിടുക. നമുക്ക് തന്നെ അറിയാം, പല ആളുകളും പറയാറുണ്ട്, പാസ്റ്ററെ പല കാര്യങ്ങൾക്കായി മുന്നോട്ട് പോകുന്നു, പക്ഷേ എല്ലാത്തിലും ഒരു തടസ്സമാണ്. ഒരു ജോലിക്കായി ആഗ്രഹിച്ചു, കാര്യങ്ങളൊക്കെ ശരിയാക്കി, അടുത്തു വന്നപ്പോൾ ചില തടസ്സങ്ങൾ വരികയാണ്. ഒരു നന്മ അടുത്തു വന്നു, ചില തടസ്സങ്ങൾ വെളിപ്പെടുകയാണ്. ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി, ചില തടസ്സങ്ങൾ ഉണ്ടാകുക. പിശാച് തടസ്സങ്ങൾ വരുത്തുന്നവനാണ്, അവന്റെ ഒരു തന്ത്രമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് താൻ റോമിലേക്ക് യാത്ര ചെയ്യുവാൻ ആഗ്രഹിച്ചു. പിശാച് ഒത്തിരി തടസ്സങ്ങൾ വരുത്തി. പക്ഷേ ആ തടസ്സങ്ങളെ എല്ലാം അതിജീവിച്ച് തന്റെ ദാസൻ റോമിലേക്ക് പോയി. ദൈവം അവനെ കൊണ്ടുപോയി.
ആ റോമിലെ യാത്രയും അതിനോടനുബന്ധമായി വന്ന വലിയ തടസ്സങ്ങളും ആ തടസ്സങ്ങളെ എല്ലാം അതിജീവിച്ച് വെല്ലുവിളികളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ തന്റെ ദാസനെ റോമിലേക്ക് കൊണ്ടെത്തിച്ച് പ്രാർത്ഥനയുടെ മറുപടി നൽകിയ ദൈവത്തെക്കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കാണുക. സ്തോത്രം. അപ്പൊ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവനാണ് പിശാച്. ഇതേ പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ തെസ്സലോനിക്കരോട് പറയുന്നുണ്ട്, തെസ്സലോനിക്കരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാൻ ആഗ്രഹിച്ചു, 1-2 പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ സാത്താൻ ഞങ്ങളെ തടഞ്ഞു. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുവാൻ വിശേഷാൽ പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടഞ്ഞു. കണ്ടോ, അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തന്റെ യാത്രയെ സാത്താൻ തടയുകയാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നാം എത്ര ശക്തമായി പ്രാർത്ഥിക്കണം, എത്ര ശക്തമായി ആത്മാവിൽ പോരാടണം ഈ തടസ്സമണ്ഡലങ്ങളെ മാറുവാൻ. ഒരു കാര്യം ഞാൻ പറയാം, സാത്താൻ എത്ര തടസ്സം സൃഷ്ടിച്ചാലും നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ദൈവം പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ച് ആത്മനിറവിൽ ദൈവസന്നിധിയിൽ ചേർന്ന് ദൈവം പറയുന്നത് പോലെ ജീവിക്കാമെങ്കിൽ, പ്രാർത്ഥനയിൽ തുടരാമെങ്കിൽ തടസ്സങ്ങളെല്ലാം കർത്താവ് പൊട്ടിച്ചു മാറ്റും. കാരണം കർത്താവിന് മുമ്പിൽ ഒരു തടസ്സങ്ങളും നിൽക്കത്തില്ല. ഇതൊക്കെ നാം കൂടുതൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന ഒരു കാര്യം കൂടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ദൈവം അനുവദിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സം സൃഷ്ടിക്കാൻ പിശാചിന് ഒരിക്കലും പറ്റില്ല. ഒരു മുടി ഒന്ന് എടുക്കണമെങ്കിൽ ദൈവത്തിന്റെ അനുവാദം വേണം. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഇത് അനുവദിക്കുന്ന ചോദിച്ചാൽ, നമ്മൾ ആത്മീകമായി കരുത്തുള്ളവരാകാൻ, നമ്മൾ പോരാട്ട വീരം ഉള്ളവരായി മാറാൻ, നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ, ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാൻ, നമ്മളെ കരുത്തരാക്കുവാനാണ് പലപ്പോഴും സാത്താനെ ദൈവം അനുവദിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. അപ്പൊ സാത്താൻ തടസ്സം സൃഷ്ടിക്കുമ്പോൾ ഭയപ്പെടരുത്. അവന്റെ തടസ്സങ്ങൾ പൊളിയണമെങ്കിൽ നാം പ്രാർത്ഥനയിൽ പോരാടുവാനിടയാക്കി തീരണം. ഇതാ തെസ്സലോനിക്കയിലേക്ക് വരാൻ പിശാച് തടസ്സം വെച്ചെങ്കിൽ പൗലോസിനെ ദൈവം അവിടെ കൊണ്ടുപോയി. റോമിലേക്ക് പോകുവാൻ പൗലോസ് ആഗ്രഹിച്ചു, സാത്താൻ തടഞ്ഞെങ്കിൽ പൗലോസിനെ ദൈവം റോമിലേക്ക് കൊണ്ടുപോയി. ശത്രു എത്ര തടസ്സം വരുത്തിയെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് തന്റെ ദാസനെ റോമ പട്ടണത്തിൽ എത്തിച്ചവനാണ് നമ്മുടെ ദൈവമെങ്കിൽ, ഇന്ന് നിങ്ങൾ ഏതൊരു വിഷയത്തിൽ തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ, ശത്രുവായിരിക്കുന്നവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ ചില തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഭയപ്പെടണ്ട, പ്രാർത്ഥിക്കുക, ആരാധിക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ആത്മാവിൽ യുദ്ധം ചെയ്യുക. തടസ്സങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുവാനിടയായി തീരും. അപ്പോ പിശാച് തടസ്സം വരുത്തുന്നവനാണ്. പ്രാർത്ഥനയുടെ മറുപടിക്ക് തടസ്സം വരുത്തും. സ്തോത്രം. ദാനിയേൽ പ്രവാചകൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദാനിയേലിന് മനസ്സിലായി, യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ചതുപോലെ 70 വർഷം കഴിഞ്ഞ് ബാബിലോണിലെ പ്രവാസം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോകും. ദാനിയേൽ പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ ദൈവം തന്റെ ദൂതനായ ഗബ്രിയേലിനോട് പറഞ്ഞു, കൊണ്ടുപോയി തന്റെ ദാസന് മറുപടി കൊടുക്കുക. ഗബ്രിയേൽ വരിക, പക്ഷെ വഴിയിൽ വെച്ച് പാർസി രാജ്യത്തിന്റെ പ്രഭു, അതൊരു പൈശാചിക ശക്തിയാണ്, അന്തരീക്ഷത്തിൽ വെച്ച് ഗബ്രിയേലിനെ തടയുകയാണ്. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഗബ്രിയേൽ വന്ന് പറയുന്നുണ്ട്, ദൈവത്തിന്റെ പ്രഭുവായ മീഖായേൽ വന്നു, എന്നോട് കൂടെ ചേർന്ന് വന്നു, അവൻ പാർസി രാജ്യത്തിന്റെ പ്രഭുവിനോട് യുദ്ധം ചെയ്തു. പ്രിയപ്പെട്ടവരെ, 21 ദിവസം കഴിഞ്ഞപ്പോ പ്രാർത്ഥനയുടെ മറുപടി വരിക. സാത്താൻ തടഞ്ഞു നോക്കി, പക്ഷേ അത് ദൈവം അനുവദിച്ചില്ല. സാത്താന്റെ പദ്ധതികളെ പൊളിച്ചുകൊണ്ട് ദൈവം തന്റെ ദാസന് മറുപടി കൊടുത്തു. ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വചനം പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ പിശാചിലെ തടസ്സങ്ങൾ വരുത്തിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ യാത്രയ്ക്ക്, നിങ്ങളുടെ നന്മയ്ക്ക്, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിക്ക് ഭയപ്പെടരുത്. പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറായ, ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറായ, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ തന്റെ ദൂതനെ അയക്കുന്നവനാണ് നമ്മുടെ ദൈവം. വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സാത്താൻ തടസ്സം സൃഷ്ടിക്കും, ദൈവം തടസ്സത്തിന്റെ വേലികളെ പൊളിച്ചു കളയുന്നവനാണ്. നിങ്ങൾ വിശ്വസ്തയോടെ നിന്നാൽ, പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ. അടുത്തതായി സാത്താന്റെ മറ്റൊരു തന്ത്രമാണ് ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത്. അതും അവൻ വളരെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തന്ത്രം. അത് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം വസിക്കാതെ വണ്ണം വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുക എന്ന ഒരു തന്ത്രം സാത്താൻ പയറ്റുന്നുണ്ട്. അവന്റെ ഒരു വലിയ തന്ത്രമാണ്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 3 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു വിതയ്ക്കുന്നവന്റെ ഉപമ പറയുകയാണ്. വിത്ത് വിതയ്ക്കുന്നവന്റെ ഉപമ. ആ ഉപമ പറഞ്ഞു വരുമ്പോൾ കർത്താവോട് പറയുന്നൊരു കാര്യമുണ്ട്. വഴിയരികിൽ വിതയ്ക്കപ്പെട്ടത്, വിതയ്ക്കുവാൻ അവൻ പുറപ്പെട്ടു വന്നു. ചിലത് വഴിയരികെ വീണു. വഴിയിൽ വീണത് പക്ഷികൾ വന്ന് അതന്നേരം തന്നെ കൊത്തിക്കൊണ്ടുപോയി. ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് നല്ല നിലത്ത് വീണു. നല്ല നിലത്ത് വീണത് 30, 60, 100 മേനിയായി വിളഞ്ഞു. മുള്ളിനിടയിൽ വീണത് മുള്ളതിനെ ഞെരുക്കി. പ്രൈസ് ദി ലോർഡ്. പാറപ്പുറത്ത് വീണത്
വേരില്ലായകയാൽ ഉണങ്ങിപ്പോയി. വ്യത്യസ്തമായ നിലയിൽ അത് പറയുകയാണ്. ഈ ഉപമ വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് ഇതിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലായില്ല. യേശു കർത്താവ് വന്നപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, കർത്താവേ, എന്താണ് അതിന്റെ അർത്ഥം? യേശു ആ ഉപമയെ വ്യാഖ്യാനിച്ചു. ഞാൻ എല്ലാം പറയുന്നില്ല, അതിനകത്ത് ഒരു കാര്യം മാത്രം. വഴിയരികിൽ വിതയ്ക്കപ്പെട്ടതോ, വഴിയരികിൽ വീണ വിത്ത് സാത്താൻ അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തുകൊണ്ടുപോകുന്നതാകുന്നു. ആ വാക്യം എന്നെ ഒരുപാട് ചിന്തിക്കുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ അവസ്ഥയാണ് വഴിയരികിൽ എന്ന അവസ്ഥ. ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ അവസ്ഥയാണ് മുള്ളിനിടയിൽ വീഴുന്ന അവസ്ഥ. ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ അവസ്ഥയാണ് പാറസ്ഥലത്ത് വീഴുന്ന അവസ്ഥ. ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ അവസ്ഥയാണ് നല്ല നിലത്ത് വീഴുന്ന അവസ്ഥ. എന്ന് പറഞ്ഞാൽ ഒരുക്കപ്പെട്ട ഒരു ഹൃദയത്തിലല്ല അത് വീഴുന്നതെങ്കിൽ, വചന കേൾവിക്ക് വേണ്ടി ഹൃദയത്തെ ഒരുക്കാതെ ഈ തിരുവെഴുത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇന്ന് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ എപ്പോൾ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോഴും അത് കർത്താവെ നല്ല നിലത്ത് വീഴുന്ന വിത്ത് പോലെ അത് വീഴണമെന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിച്ച് ഒരുക്കി കൊടുത്തല്ല നിങ്ങൾ തിരുവെഴുത്തുകളെ കേൾക്കുന്നതെങ്കിൽ, അത് വഴിയരികിൽ വീണ വിത്ത് പോലെ, പാറസ്ഥലത്ത് വീണ വിത്ത് പോലെ, മുള്ളിനിടയിൽ വീണ വിത്ത് പോലെയാകും. ഇതിനകത്ത് വഴിയരികിൽ വീണ വിത്തിന്റെ കാര്യം പറയുക, സാത്താൻ എടുത്തുകൊണ്ടുപോകുന്നതാകുന്നു. എന്ന് പറഞ്ഞാൽ ഒരുക്കപ്പെടാതെ വചനം കേൾക്കും. രക്ഷയുടെ വചനമാണ് കേൾക്കുന്നത്, വിടുതലിന്റെ വചനമാണ് കേൾക്കുന്നത്, രോഗസൗഖ്യത്തിന്റെ വചനമാണ് കേൾക്കുന്നത്, നന്മയുടെ വചനങ്ങളൊക്കെയാണ് കേൾക്കുന്നത്. അത് അനുഗ്രഹമായി മാറേണ്ടതാ. രക്ഷയുടെ ആ വിടുതൽ കേട്ട് രക്ഷയിലേക്ക് വരേണ്ടതാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രോഗസൗഖ്യത്തിന്റെ തിരുവെഴുത്ത കേട്ടത്, അത് കേട്ട് രോഗസൗഖ്യം വെളിപ്പെടേണ്ടതാ. അനുഗ്രഹത്തിന്റെ വചനം കേട്ട അനുഗ്രഹം അനുഭവിക്കേണ്ടതാ. പക്ഷേ ഒരുക്കപ്പെടാത്തത് കൊണ്ട് വഴിയരികിൽ വീണുപോയി. വഴിയരികിൽ വീണത് കൊണ്ട് എന്ത് സംഭവിച്ചു? സാത്താൻ ക്ഷണത്തിൽ ആ വചനത്തെ എടുത്തു മാറ്റുക. സാത്താൻ അറിയാം, വചനം ഹൃദയത്തിൽ കിടന്നാൽ അത് അത്ഭുതങ്ങൾ ചെയ്യും. മർക്കോസ്, എന്തുകൊണ്ടാണ് സാത്താൻ ഇങ്ങനെ ഹൃദയത്തിൽ വീഴുന്ന വചനം എടുത്തു കളയുന്നത്? റോമാലേഖനത്തിൽ നാം വായിക്കുന്നു, റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വചനം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ കിടന്നാൽ, അതവിടെ കിടന്ന് ഫലമായാൽ അതൊരു വിശ്വാസമായി പരിണമിക്കും. വിശ്വാസമായി പരിണമിച്ചാൽ അത് ഫലമുണ്ടാക്കുവാനിടയായിത്തീരും. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സാത്താൻ വചനത്തിൽ വീഴുന്ന വിത്തുകളെ എടുത്ത് പിറക്കി പെട്ടെന്ന് മാറ്റുന്നവനാ. ഇന്ന് നിങ്ങൾ ഈ ദൂത് കേൾക്കുമ്പോൾ ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ അല്ലെങ്കിൽ സമർപ്പണത്തോടെ അല്ല ഇത് കേൾക്കുന്നതെങ്കിൽ, ഇപ്പോൾ തന്നെ സാത്താൻ അത് എടുത്തു മാറ്റുവാനിടയായിത്തീരും. കാരണം അതവിടെ കിടന്നാൽ അത് നിങ്ങൾക്ക് ഫലമായി മാറും. അതുകൊണ്ട് തിരുവെഴുത്തിന് മുമ്പാകെ വന്നിരിക്കുമ്പോൾ സമർപ്പണമുള്ള ഹൃദയത്തോടെ, ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ, കർത്താവേ, മറിയ പറഞ്ഞതുപോലെ അടിയനിതാ, അടിയനോട് സംസാരിക്കണമെന്നതുപോലെ ഒരുക്കപ്പെട്ട സമർപ്പണമുള്ള ഹൃദയത്തോടെ നിങ്ങൾ കേട്ടാൽ അത് 30, 60, 100 മേനിയായി വിളയും. അത് നിങ്ങൾക്ക് വിശ്വാസമായി പരിണമിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. അത് നിങ്ങൾക്ക് വിടുതലായി മാറും. സാത്താനതറിയാം, വചനം കൊണ്ട് നിനക്കൊരു വിടുതൽ ഉണ്ടാകരുത്, വചനം കൊണ്ട് നിന്റെ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകരുതെന്ന് സാത്താന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് സാത്താൻ വചനം വേഗത്തിൽ എടുത്തു കളയും. പ്രിയപ്പെട്ടവരെ, വിതയ്ക്കപ്പെടുന്ന വചനത്തെ എടുത്തു കളയുന്ന സാത്താന്യ പദ്ധതിക്ക് നിങ്ങൾ വശംവദരാകരുത്. നിങ്ങളുടെ ഹൃദയം ഒരുക്കി കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ സാത്താൻ എടുത്തു കളയുവാൻ നിങ്ങൾ അനുവദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. സാത്താന്റെ മറ്റൊരു പ്രധാനപ്പെട്ട തന്ത്രമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അത് പ്രലോഭനമാണ്. പാപം ചെയ്യുവാനുള്ള പ്രലോഭനം. ഞാൻ നേരത്തെ പറഞ്ഞു, സാത്താൻ എന്ന് പറയുന്നത് പ്രലോഭകനാ, പരീക്ഷിക്കുന്നവനാ. യേശു കർത്താവിനെ പരീക്ഷിച്ചു. സ്തോത്രം. 3 വ്യത്യസ്ത പരീക്ഷകൾ. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഈ 3 മേഖലയിലും ആ പരീക്ഷ വെളിപ്പെട്ടു. ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പരീക്ഷ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മനുഷ്യന്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ മാനിക്കപ്പെടണം, മറ്റുള്ളവരുടെ മുമ്പിൽ ആദരിക്കപ്പെടണമെന്ന് ആളുകളുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. നമ്മുടെ അത്തരം ആഗ്രഹങ്ങളെ പിശാച് എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാ യേശുവിന്റെ മുമ്പിൽ വന്ന് അവൻ പരീക്ഷിക്കാൻ വന്ന് നിൽക്കുക. വിശപ്പ് മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യ ഘടകമാണ്. വിശന്നിരിക്കുന്ന കർത്താവിനോട് ചോദിക്കുക, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. യേശു ആ പരീക്ഷ അതിജീവിച്ചു. എങ്ങനെ അതിജീവിച്ചത്? കർത്താവ് ഇപ്രകാരം പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശത്രുവിന്റെ പ്രലോഭനത്തിൽ വശംവദപ്പെട്ടു പോകരുത്. വചനം കൊണ്ട് അവനെ ജയിക്കുവാനിടയായി തീരണം. സ്തോത്രം. പിശാചിന്റെ ആജ്ഞ അനുസരിക്കുവാനല്ല, അവന്റെ കൽപ്പനകളും അവന്റെ നിർദ്ദേശങ്ങളും അനുസരിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. നമ്മുടെ കർത്താവിന്റെ കൽപ്പന പ്രകാരം ജീവിക്കുവാനാണ് കർത്താവ് നമ്മെ വിളിച്ചത്. ഇതാ ആ കർത്താവ് ആ പരീക്ഷ അതിജീവിക്കുക. സ്തോത്രം. ദേവാലയത്തിന്റെ അഗ്രഹത്തിൽ കൊണ്ട് നിർത്തിയിട്ട് സാത്താൻ വീണ്ടും പരീക്ഷിക്കുക. നീ താഴേക്ക് ചാടിയാൽ ദൂതന്മാർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. വചനമുണ്ടല്ലോ. വചനമാണ് അവൻ എടുത്തുദ്ധരിച്ചത്.
പ്രിയപ്പെട്ടവരെ, സാത്താൻ വചനം ഉപയോഗിക്കുന്നവനാ. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, അവനെപ്പോഴും ആ വചനത്തിന്റെ കോണ്ടെക്സ്റ്റ് പറയില്ല. ഏത് പശ്ചാത്തലത്തിലാണ് ആ വചനം എഴുതപ്പെട്ടിരിക്കുന്നത് അവൻ പറയില്ല. പക്ഷേ അതേത് പശ്ചാത്തലത്തിലാണ് പറഞ്ഞത് എന്നത് സാത്താൻ പറയില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇങ്ങനെ അവനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും എഴുതിയിട്ടുണ്ട്. സാത്താൻ പറഞ്ഞതിനകത്തുള്ള പ്രശ്നം എന്താണ്? സ്തോത്രം. ദൈവത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ്. നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിത യാത്രയിൽ നമുക്ക് വിരോധമായി എന്ത് പ്രതിസന്ധി വന്നാലും നിശ്ചയമായും ദൈവത്തിന്റെ ദൂതന്മാര് നമ്മളെ താങ്ങുവാൻ ദൈവം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം നമ്മെ താങ്ങിക്കൊള്ളും. പക്ഷേ നമ്മുടെ സ്വന്തം അഹങ്കാരത്തിന് വേണ്ടി, ആളാകുന്നതിന് വേണ്ടി, മറ്റുള്ളവരുടെ മുമ്പിൽ ഉയരുന്നതിന് വേണ്ടി നമ്മുടെ അഹങ്കാരത്തിൽ നാം എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ദൈവം അതിനെല്ലാം നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. പിശാച് പ്രലോഭിപ്പിക്കുക, നീ എന്ത് ചെയ്താലും ദൈവം നിന്റെ കൂടെ നിൽക്കും. അനേകരെ പിശാച് വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കാര്യമാണ്. സാരമില്ല, നീ എന്ത് ചെയ്താലും ദൈവം അങ്ങ് ക്ഷമിക്കും, ദൈവം നിന്റെ കൂടെ നിൽക്കും. ഇല്ല കേട്ടോ, നിന്റെ എല്ലാ പരിപാടിക്കും കൂടെ നിൽക്കുന്ന ദൈവമല്ല. ദൈവത്തിന്റെ വചനവിരുദ്ധമായി ചെയ്യുന്ന, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി, ദൈവത്തിന്റെ നീതിക്ക് വിരുദ്ധമായി ചെയ്യുന്ന ഒരു പരിപാടിക്കും ആത്മീയൻ എന്നതിന്റെ പേരില്, പ്രാർത്ഥിക്കുന്നയാളെന്നതിന്റെ പേരില്, ദൈവവേദന എന്നതിന്റെ പേരില് ദൈവം കൂടെ നിൽക്കത്തില്ല എന്ന സത്യം ദൈവമക്കൾ അറിഞ്ഞിരിക്കണം. പിശാച് പറയുക, നീ പ്രാർത്ഥിക്കുന്നവനല്ലേ, ദൈവം അങ്ങ് ക്ഷമിച്ചോളും, ദൈവം അങ്ങ് താങ്ങിക്കോളും. ഇല്ല കേട്ടോ, ദൈവം അങ്ങനെ ചെയ്യുന്നവനല്ല. പകരം സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ഇതൊന്നും നാം അറിയുന്നില്ല. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു കുഴിയുണ്ട്, നമുക്കറിയില്ല. നമ്മൾ പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ അറിയുന്നില്ല, അറിയാതെ ചെല്ലുക. പക്ഷേ നീ അറിയാതെ ചെല്ലുമ്പോൾ അറിയുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ട്. അവൻ നിന്നെ താങ്ങിക്കൊള്ളും, വീഴ്ചകളിൽ അവൻ കാക്കും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അല്ലാതെ സ്വയം അഹങ്കാരത്തിന് കാണിക്കുന്നതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരുവൻ അല്ല ദൈവം. പിശാച് വഞ്ചിക്കുകയാണ്, പിശാച് പ്രലോഭിപ്പിക്കുകയാണ്. സ്തോത്രം. അടുത്ത പരീക്ഷ എന്താണ്? ലോകത്തിന് മുഴുവൻ മഹത്വവും കൊണ്ട് കാണിച്ചിട്ട് പറയുക, നീ വീണെന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഞാനിതൊക്കെയും നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. അവിടെ കർത്താവ് പറയുക, സ്തോത്രം, അവനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതി. പിശാച് വളരെ വിജയകരമായി പരീക്ഷിച്ച് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തന്ത്രമാണിത്. എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഞാൻ ചിലതൊക്കെ തരാം. നിശ്ചയമായും പിശാചിന്റെ ഈ പദ്ധതിയിൽ പലരും വീണിട്ടുണ്ട്. സ്തോത്രം. അവൻ ഈ ലോകത്തെ കണ്ട് മോഹിപ്പിച്ച്, സ്ഥാനമാനങ്ങൾ കണ്ട് മോഹിപ്പിച്ച്, സ്തോത്രം, അവന്റെ ഇംഗിതത്തിന് വേണ്ടി അനേകരെ ഒരുക്കിക്കൊണ്ടിരിക്കുക, അനേകര് വീണുകൊണ്ടിരിക്കുക. ആത്മജീവിതവും ശുശ്രൂഷയൊക്കെ നഷ്ടപ്പെടുത്തുന്ന ഒത്തിരി ആളുകൾ. ദേമാസിനെ കുറിച്ച് തിരുവെഴുത്ത് വായിക്കുന്നു. ദേമാസ് ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. പിശാച് മോഹിപ്പിച്ചുകൊണ്ടിരിക്കുക, പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുക, അനേകരെ വിശ്വാസത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് വചനം പറയുന്നു. പിശാചിനെ നമസ്കരിക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഒരനുഗ്രഹവും എനിക്കും നിങ്ങൾക്കും വേണ്ട എന്ന് തീരുമാനിച്ച് അവിടെ പിശാചിന്റെ പരീക്ഷ തീരും. ശത്രുവുമായിട്ട്, സാത്താനുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന ഒരു നന്മയും നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ധൈര്യം, ആത്മബലം നിനക്കുണ്ടെങ്കിൽ അവിടെ ശത്രുവിന്റെ ആ പരീക്ഷ അവസാനിക്കുക. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അനേകർ വീണുകൊണ്ടിരിക്കുകയാണ് ഈ ഓഫറുകൾക്ക് മുമ്പിൽ. സ്തോത്രം, നിന്റെ വിശ്വാസം ഒന്ന് പണയം വെച്ചാൽ, സത്യത്തിന്റെ നിരക്കാത്തിലെ പ്രവൃത്തികൾ ചെയ്താൽ ഇന്ന കാര്യങ്ങൾ നിനക്ക് നേട്ടമുണ്ടാകുമെന്ന് പിശാച് പ്രലോഭിപ്പിക്കുമ്പോൾ അനേകർ വീണുകൊണ്ടിരിക്കുക. എന്നാൽ ഒരു യഥാർത്ഥ ദൈവ പൈതൽ വീടില്ല. അവന് ദൈവത്തെ അല്ലാതെ വേറെ ആരുടെയും മുമ്പിൽ നമസ്കരിക്കുകയില്ല. ഒരു സാത്താന്റെ മുമ്പിൽ കോംപ്രമൈസ് ചെയ്ത് കിട്ടുന്ന ഒരു അനുഗ്രഹവും ഒരു ദൈവ പൈതലിന് വേണ്ട. അങ്ങനെ അവൻ തീരുമാനിക്കുന്ന ഒരു ദൈവ പൈതല് സാത്താനെ പരാജയപ്പെടുത്തുവാനിടയായി തീരുമെന്ന് നിങ്ങൾ അറിയണം. പ്രൈസ് ദി ലോർഡ്. അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ഈ അന്ത്യകാലമാണ്. സാത്താൻ വിജയകരമായി പരീക്ഷിക്കുന്ന മറ്റൊരു കാര്യമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുക എന്നുള്ളത്. തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം അതിനോട് ചേർത്ത് ഞാൻ വായിക്കുന്നു, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. സ്തോത്രം. ദുരാത്മശക്തിയാൽ, പൈശാചിക ശക്തിയാൽ അത്ഭുതങ്ങൾ നടക്കും. എല്ലാ അത്ഭുതങ്ങളും ദൈവികമല്ല, എല്ലാ അത്ഭുതങ്ങളും ദൈവം ചെയ്യുന്നതല്ല. സ്തോത്രം. അത്ഭുതങ്ങൾ ദൈവികമാണോ എന്നറിയാൻ എന്താ മാർഗം? ആ അത്ഭുതങ്ങൾ അതിന്റെ ഉദ്ദേശം എന്താണ്? ആ അത്ഭുതങ്ങൾ നിന്നെ എങ്ങോട്ടാണ് നയിക്കുന്നത്? ഇതാണ് അതിന്റെ
രഹസ്യമെന്ന് പറയുന്നത്. ഒരു അത്ഭുതം നിങ്ങൾ കണ്ടു, ആ അത്ഭുതം കണ്ടപ്പോൾ അത് നിങ്ങളെ ദൈവത്തിലേക്ക് നയിച്ചു, അല്ലെ? വചനത്തിലേക്ക് നിങ്ങളെ നയിച്ചെങ്കിൽ, ദൈവസ്നേഹത്തിലേക്ക് നിങ്ങളെ നയിച്ചെങ്കിൽ, ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കാൻ നിങ്ങൾക്കിടയായെങ്കിൽ ആ അത്ഭുതം ദൈവികമായ അത്ഭുതമായി മാറുക. എന്നാൽ നിങ്ങളെ അത് മറ്റു പലതിലേക്കുമാണ് തിരിക്കുന്നതെങ്കിൽ ആ അത്ഭുതം ദൈവികമല്ല. അറിഞ്ഞിരിക്കണം, ദൈവം അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ജനത്തെ ആകർഷിക്കുവാൻ, വഴിതെച്ചു വയ്ക്കുവാൻ സാത്താൻ അത്ഭുതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തിയാലും അത്ഭുതങ്ങൾ നടക്കും. അതുകൊണ്ട് എല്ലാ അത്ഭുതങ്ങളും ദൈവികമല്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം. മിസ്രൈമിലേക്ക് മോശയെ പറഞ്ഞയച്ചപ്പോൾ അവിടെ അത്ഭുതം ചെയ്യുവാനായിട്ട് പറഞ്ഞയച്ചു. മോശ ചെയ്ത ചില അത്ഭുതങ്ങൾ മിസ്രൈമിലെ മന്ത്രവാദികളും അവരുടെ മന്ത്രവാദത്താൽ ചെയ്യാനിടയായി. നാം ഈ ദൂതിന്റെ ആദ്യ ഭാഗം, അല്ലെങ്കിൽ ദൈവശക്തി പ്രാപിക്കുക എന്നതിനെ കുറിച്ച് സംസാരിച്ച ആദ്യത്തെ വീഡിയോയിൽ എഫെസോസിൽ മന്ത്രവാദത്താൽ മന്ത്രവാദികൾ അത്ഭുതങ്ങൾ ചെയ്തതിനെ കുറിച്ചും അവരുടെ മന്ത്രവാദത്താൽ അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചു. ഈ കാലങ്ങളിലും ദുരാത്മശക്തിയാൽ അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ആളുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് അനേകർ ആകർഷിക്കുക, ഓടിക്കൂടുകയാണ്. എന്നാൽ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് നിങ്ങൾ അതിന്റെ പുറകെ പോകരുത്, ദൈവത്തിങ്കിലേക്ക് തിരിയുക. കാരണം ഇത് അന്ത്യകാലമാണ്. ഇവിടെ വായിക്കുന്നത്, കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിക്കുവാൻ പിശാച് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനിടയായി തീരും. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. നമുക്കൊരു പോരാട്ടമുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടാണ്, അധികാരങ്ങളോടാണ്, അന്ധകാരത്തിന്റെ ലോകാധിപതികളോടാണ്, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടാണ്. ഞാൻ ആ ഭാഗം വിവരിച്ചില്ല. സ്തോത്രം. പിശാചിന്റെ ഈ ലോകത്തിലെ ഭരണക്രമത്തിന്റെ ഒരു കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ ലോകത്ത് ഭരണ സംവിധാനങ്ങൾ ഉള്ളതുപോലെ പിശാചിനും ചില ഭരണ സംവിധാനങ്ങൾ ഉണ്ടെന്നാണ് ആ വാക്യം വിളിച്ചു പറയുന്നത്. സ്തോത്രം. നാം പാർസി രാജ്യത്തിന്റെ പ്രഭുവിനെ കുറിച്ച് പറഞ്ഞു. പേർഷ്യൻ രാജ്യത്തിന് അധിപതിയായി ഉള്ള ഒരു പ്രഭുവിനെ കുറിച്ചാണ്. അതൊരു മാനുഷികമായ പ്രഭുവല്ല, ആ രാജ്യത്തിന് അധിപതിയായി നിൽക്കുന്ന ഒരു പൈശാചിക ദൂതനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ തന്നെ പറയുന്നു, അതിനുശേഷം യവനായ പ്രഭു വരും, അതും ഒരു പൈശാചിക ദൂതനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ സാത്താന്റെ ഭരണക്രമം, ലോകത്ത് എങ്ങനെയാണോ ഭരണക്രമമുള്ളത് അതുപോലെ അവനും ഓരോ ദേശത്തും ഓരോ രാജ്യത്തും അവൻ്റെതായ അനുചരന്മാരുണ്ട്, അവൻ്റെതായ ഭരണ സംവിധാനങ്ങളുണ്ട്, അധികാരസ്ഥന്മാരുണ്ട്. അവർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടാണ്, അധികാരങ്ങളോടാണ്, ഈ അന്ധകാരത്തിന് ലോകാധിപതികളോടാണ്. നമുക്ക് പോരാട്ടമുള്ളത് പിശാചിനോടാണ്, അവന്റെ തന്ത്രങ്ങളോടാണ്. ഇന്ന് നാം അവന് ചില തന്ത്രങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. ആ തന്ത്രങ്ങളെ എങ്ങനെ ജയിക്കണമെന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് അവൻ ശക്തനായ ഒരു ദൈവമുണ്ട്, സർവശക്തനായ ഒരു കർത്താവുണ്ട്, നമ്മുടെ ഈ യുദ്ധം നയിക്കുന്ന ജയാളിയായ നമ്മുടെ കർത്താവുണ്ട്. ആ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം നാം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തില്ല. ഈ ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് നാം യുദ്ധം ചെയ്യാമെങ്കിൽ യുദ്ധത്തിൽ നിശ്ചയമായും നമ്മൾ ജയിക്കുവാനിടയായി തീരും. സ്തോത്ര. കണ്ണുകളെ അടയ്ക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനും നിത്യനുമായ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് പോരാട്ടമുണ്ടെന്നും ഞങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ഒരു ശത്രു ഉണ്ടെന്നും ആ ശത്രുവിന് തന്ത്രങ്ങൾ ഉണ്ടെന്നും ഇന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ. ആ തന്ത്രങ്ങൾ എന്താണെന്ന് ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടല്ലോ. ആ തന്ത്രങ്ങളെ ഞങ്ങൾ എങ്ങനെയാണ് ജയിക്കേണ്ടതെന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ. അങ്ങയുടെ വചനപ്രകാരം കർത്താവെ, പിശാചിന്റെ പോരാട്ടങ്ങളോട് പോരാടി നിൽക്കുവാൻ, ജയിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഇന്ന് വചനം കേട്ട എല്ലാ ദൈവജനത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങൾക്കകത്ത്, അവരുടെ കുഞ്ഞുങ്ങളിൽ, അവരായിരിക്കുന്ന മേഖലകളിലൊക്കെ തടസ്സം സൃഷ്ടിക്കുന്ന, പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങളെയും ദൈവത്തിന്റെ ആത്മാവ് അമർച്ച ചെയ്യണമേ. എല്ലാത്തെയും ദൂരീകരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമേ കർത്താവെ. അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.